Audio Jungle. നമസ്കാരം BBC പ്രാദേശിക വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രതീക്ഷകൾ ഉയർത്തി സമ്പൂർണ്ണ ബ്രോഡ്ബാൻഡ് പ്രഖ്യാപനം. രാജ്യത്തെ ആദ്യത്തെ ബ്രോഡ്ബാൻഡ് ജില്ലയായി ഇടുക്കി മാറി. പോലീസ് സ്റ്റേഷനിൽ ചെന്നാണെങ്കിൽ അടിച്ച് ഞങ്ങൾ ഒപ്പിടിയിച്ച് 15 അടി മേടിക്കുമെന്നായിരുന്നു ഇവരുടെ വാശി. അതിര് തർക്കങ്ങളിൽ പോലീസ് പക്ഷം പിടിക്കുന്ന പ്രവണത കുടുംബ ബന്ധങ്ങൾ തകർക്കുന്നു. പടിഞ്ഞാറെ കോടിക്കൊടുത്ത പോലീസിന്റെ പരാക്രമം വിധവയോടും മകളോടും. തെക്കിന്റെ കാശ്മീരായ മൂന്നാറിൽ കഠിന തണുപ്പ് തുടരുന്നു. അതിശൈത്യവും മഞ്ഞുവീഴ്ചയും തേയില വ്യവസായത്തിന് കനത്ത തിരിച്ചടിയാവുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSTA നേതൃത്വത്തിൽ അധ്യാപകർ DD ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. KSTA മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് N സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ലോക പാലിയേറ്റീവ് ദിനത്തോടനുബന്ധിച്ച് ഇടവെട്ടിയിൽ സ്നേഹാമൃതം പദ്ധതിക്ക് തുടക്കം കുറിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജസീല ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഇടുക്കിയുടെ വികസന പ്രതീക്ഷകൾക്ക് കരുത്ത് പകർന്ന രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ അതിവേഗ ഗ്രാമീണ ബ്രോഡ്ബാൻഡ് ശൃംഖല ജില്ലയിൽ കമ്മീഷൻ ചെയ്തു. കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് സംസ്ഥാനത്തെ പ്രഥമ ഗോത്രവർഗ പഞ്ചായത്തും ഇടുക്കി ജില്ലയിലെ കൊടുങ്കാടിന് നടുവിലെ ആദിവാസി ഗ്രാമവുമായ ഇടമലക്കുടിയിലെ പഞ്ചായത്ത് പ്രസിഡന്റ് കന്യമ്മ ശ്രീരംഗനുമായി ഫോണിലൂടെയും വീഡിയോ കോൺഫറൻസിലൂടെയും സംസാരിച്ചുകൊണ്ട് ജില്ലയുടെ പദ്ധതി പ്രഖ്യാപനം നിർവഹിച്ചു. പ്രഖ്യാപനത്തിന്റെ സന്തോഷം ഏറ്റുവാങ്ങാനായി ഇടുക്കി കളക്ടറേറ്റിൽ മന്ത്രി PJ ജോസഫ്, ജോയ്സ് ജോർജ് MP, റോഷി അഗസ്റ്റിൻ MLA, ജില്ലാ കളക്ടർ അജിത് പാട്ടീൽ, അസിസ്റ്റന്റ് കളക്ടർ ജാഫർ മാലിക്, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ സന്നിഹിതരായിരുന്നു. ഇടുക്കിയിലെ ജനങ്ങളുടെ സന്തോഷം മന്ത്രി PJ ജോസഫ് കേന്ദ്രമന്ത്രിയെ അറിയിച്ചു. ഹൈസ്പീഡ് ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് ഫുൾ കവറേജുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയായി ഇടുക്കി ജില്ലയെ പ്രഖ്യാപിച്ചതിലുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുന്നു. അതിലേറെ സന്തോഷമുണ്ട് ഇടമലക്കുടി പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായ കന്യമ്മയുമായി യൂണിയൻ മിനിസ്റ്റർ ശ്രീ രവിശങ്കർ പ്രസാദ് മൊബൈലിലൂടെ സംസാരിച്ചിരിക്കുന്നു. ഇത് വലിയ ഒരു വിപ്ലവമാണ്. ഇന്ത്യയിലെ 2,50,000 പഞ്ചായത്ത് ഈ നെറ്റ്വർക്കിൽ പെട്ടുവരികയാണ്. വലിയ വിപ്ലവകരമായ മാറ്റങ്ങളായിരിക്കും ഇന്ത്യയിലുണ്ടാകും. ഇടുക്കി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരും വീഡിയോ കോൺഫറൻസിൽ പങ്കെടുത്തു. ജില്ലയിലെ 52 ഗ്രാമപഞ്ചായത്തുകളിലും 8 ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഇന്റർനെറ്റ് സേവനം പദ്ധതി വഴി ലഭ്യമായി. ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഏറെ പിന്നോക്കാവസ്ഥയിലായ ഇടുക്കിയുടെ വികസന രംഗത്ത് വൻ നേട്ടമാണ് ഹൈസ്പീഡ് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സംവിധാനമെന്ന് ജോയ്സ് ജോർജ് MP പറഞ്ഞു. മകരവിളക്കിനോടനുബന്ധിച്ച് ജില്ലാ ഹാം റേഡിയോ വലയത്തിൽ മകരവിളക്ക് ദിനത്തിൽ വാർത്താവിനിമയ സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയാണ് ഹാം റേഡിയോയുടെ സേവനം ഇടുക്കി, പത്തനംതിട്ട ജില്ലാ കളക്ടർമാർ ആവശ്യപ്പെട്ടത്. ചെറുതോണി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇടുക്കി ഹാം റേഡിയോ ക്ലബിന്റെ നേതൃത്വത്തിലായിരിക്കും ഹാം റേഡിയോ സേവനം ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ നൽകുന്നത്. കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് 60 വിദഗ്ധ ഹാം റേഡിയോ ഓപ്പറേറ്റർമാർ എത്തിയാണ് സംവിധാനം പ്രയോജനപ്പെടുത്തുന്നത്. ചെറുതോണി സ്വദേശി മനോജ് ഗാലക്സിയുടെ നിയന്ത്രണത്തിലായിരിക്കും സംഘം പ്രവർത്തിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ പമ്പ, കൊച്ചുപമ്പ, നിലയ്ക്കൽ പോലീസ് കൺട്രോൾ റൂം പമ്പ, മെഡിക്കൽ സംഘം ക്യാമ്പ് പമ്പ, ഫയർഫോഴ്സ് പമ്പ, മരക്കൂട്ടം, ഹിൽ ടോപ്പ്, ലാഹ, ഇലവുങ്കൽ, പാഞ്ചാലിപ്പാറ, അയ്യപ്പ സേവാ സംഘം റാന്നി എന്നീ സ്ഥലങ്ങളിലും ഇടുക്കി ജില്ലയിൽ പുല്ലുമേട്, ഉപ്പുപാറ, സത്രം, പാഞ്ചാലിമേട്, വള്ളക്കടവ്, പരുന്തുംപാറ എന്നിവിടങ്ങളിലുമാണ് ഹാം റേഡിയോ സ്റ്റേഷൻ സ്ഥാപിക്കുന്നത്. ഇതുകൂടാതെ KSEBക്ക് വേണ്ടി മൂഴിയാർ പവർ ഹൗസ്, കൊച്ചുപമ്പ, പീരുമേട് സബ്സ്റ്റേഷൻ എന്നിവിടങ്ങളിലും ഹാം റേഡിയോയുടെ സേവനം ഉണ്ടാകും. ഇടുക്കി ജില്ലാ കളക്ടർ പുല്ലുമേട് സ്റ്റേഷനിൽ നിന്നും പത്തനംതിട്ട കളക്ടർ കളക്ടറേറ്റിൽ നിന്നും നിരീക്ഷണം നടത്തും. മകരവിളക്ക് ദർശനവുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും തിരുവനന്തപുരത്ത് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഹാം റേഡിയോ ക്ലബ് റവന്യൂ മന്ത്രിയുടെ ഓഫീസിൽ ക്രമീകരിച്ചു. ഇടുക്കി കല്യാണത്തണിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഹാം റേഡിയോ സ്റ്റേഷൻ കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിന്റെ അനുമതിയോടെ പുല്ലുമേടിലേക്ക് മാറ്റി സ്ഥാപിച്ചാണ് സംവിധാനം തയ്യാറാക്കിയിട്ടുള്ളത്. വിധവയുടെ ബന്ധുക്കളുടെ അതിക്രമം പോലീസ് ഒത്താശയോടെയാണെന്ന ആരോപണം ശക്തമാകുന്നു.
പടിഞ്ഞാറെക്കോടിക്കുളത്ത് കളപ്പുരയ്ക്കൽ ബ്രിജിത് മാത്യുവിന്റെ ആൾ താമസമില്ലാത്ത പുരയിടത്തിന്റെ നടുവിൽ ബന്ധുക്കളായ ചിലരാണ് അധികൃതരുടെ ഒത്താശയോടെ റോഡ് പണിത് ഇരുമ്പ് ഗേറ്റ് സ്ഥാപിച്ച് അതിക്രമം നടത്തിയതെന്ന് ബ്രിജിത് BBC ന്യൂസിനോട് പറഞ്ഞു. തങ്ങളുടെ അറിവോ സമ്മതമോ കൂടാതെ യന്ത്രസാമഗ്രികൾ ഉപയോഗിച്ചായിരുന്നു റോഡ് നിർമ്മാണം. പഞ്ചായത്ത് റോഡിനോട് ചേർന്ന ഭാഗത്തേക്ക് പുരയിടത്തിന്റെ മറുഭാഗത്തു നിന്നും അധികമാരും അറിയാതെ പുലർച്ചയോടെയായിരുന്നു റോഡ് നിർമ്മാണം. അയൽക്കാർ അറിയിച്ച പ്രകാരം ബ്രിജിറ്റ് കാളിയർ പോലീസിൽ അറിയിച്ചെങ്കിലും പോലീസ് സഹായത്തിനെത്തിയില്ല. വർഗീസും ചേട്ടൻ്റെ മകൻ സിജോയും ജോബിയും കൂടിയാണ് അന്ന് വീട്ടിൽ വന്നത്. ജോസ് പാലിയത്ത് വഴി വേണമെന്നായിരുന്നു ഇവരുടെ ഭീഷണി. അപ്പം ഞങ്ങൾ 15 തരില്ല, 10 അടി കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങളെ എവിടെ വേണേലും ചെന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്നാണേലും അടിച്ച് ഞങ്ങൾ ഒപ്പിടിയിച്ച് 15 അടി മേടിക്കുമെന്നായിരുന്നു ഇവരുടെ വാശി. ഭീഷണിപ്പെടുത്തി കൊല്ലും എന്നൊക്കെ പറഞ്ഞ് വാക്കത്തി എടുത്തു. അപ്പം ഞങ്ങൾ പിന്നെ പേടിച്ചൊന്നും മിണ്ടിയില്ല. അവർ ബലമായിട്ട് വന്ന് ഒപ്പിടാൻ പറഞ്ഞു ഞങ്ങളോട്. ഒപ്പിട്ടില്ലെങ്കിൽ എൻ്റെ മൂത്ത കൊച്ചിനെ കയറ്റി വിടിയല്ല, ഇവിടെ വെച്ച് ഒപ്പിട്ടാലേ നിങ്ങൾക്ക് ഞങ്ങൾ വെട്ടാൻ പോണ വഴി മുദ്രപത്രത്തിൽ ഒപ്പിടാനാണ് പറഞ്ഞത്, വെള്ള പേപ്പറിലല്ല. പോലീസ് അലിയും കൂട്ടരും എല്ലിനും SIക്ക് ഞങ്ങൾ കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കാളിയർ പോലീസ് ഇൻസ്പെക്ടറുടെ കാര്യാലയത്തിലെ ജീവനക്കാരന്റെ പേരും ബ്രിജിറ്റ് BBC ന്യൂസിനോട് പറഞ്ഞു. കാളിയാർ സ്റ്റേഷനിൽ ഞാൻ ഈ വഴിക്ക് വേണ്ടി പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പരാതി പ്രകാരം എന്നെ വിളിച്ചിട്ടില്ല. അതെന്താണ് വിളിക്കാമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന പല പ്രാവശ്യം ഞാൻ ചോദിച്ചപ്പോഴും പറയുന്നത് വിളിക്കാം എന്ന് പറഞ്ഞു. അതിന് ശേഷം എതിർകക്ഷികൾ പറഞ്ഞു ഞങ്ങൾ അലിക്ക് കൊടുക്കാനുള്ളത് കൊടുത്തിട്ടുണ്ട്. ആ CO ഓഫീസിലെ ജോലി ചെയ്യുന്ന ആളാണ്, സാറാണ് അലിയോട് ചോദിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞോളാം, വിളിപ്പിച്ചോളാം എന്ന് പറഞ്ഞു. റോഡ് നിർമ്മാണത്തിനൊപ്പം സ്ഥാപിച്ച ഇരുമ്പ് ഗേറ്റ് താഴിട്ട് പൂട്ടിയ നിലയിലാണ്. പുതിയ റോഡിൽ KL 38C 3396 എന്ന വാഹനവും ഉപേക്ഷിക്കപ്പെട്ട പോലെ കാണപ്പെട്ടു. ബ്രിജിറ്റിന്റെ അറിവോ സമ്മതമോ അനുവാദമോ കൂടാതെ പറമ്പിന് നടുവിൽ കൂടി 12 അടി വീതിയിൽ ഏകദേശം 200 മീറ്ററോളം റോഡ് പണിതപ്പോൾ അവിടെയുണ്ടായിരുന്ന പ്ലാവും റബ്ബർ മരങ്ങളും തെങ്ങും പിഴുതുമാറ്റി നശിപ്പിച്ചിട്ടുമുണ്ട്. കാര്യങ്ങളെല്ലാം അറിയാവുന്ന നാട്ടുകാരോട് റോഡ് വെട്ടിയിരുന്നവർ പറഞ്ഞിരുന്നത് റോഡ് പണി കോടതി ഉത്തരവ് പ്രകാരമാണെന്നാണ്. അവരുടെ പറമ്പ് കയ്യേറി വെട്ടിയതാണ്. അതിനെ ഒരു ആൺകൊച്ചു വരെ ഇല്ല, 3 പെൺപിള്ളേർ മരം ഉണ്ടായതും കാണിച്ചത് വെട്ടിയതാണ്. അത് അന്യായം കാണിച്ചത്, അന്യായം. ഒരു വഴി കൊടുക്കാമെന്ന് പറയുന്നതാണ് അയൽവാസികളെ ഞങ്ങളെല്ലാം പറഞ്ഞു ഒരു വഴി വരുമെന്ന്. മുഷ്കായ രീതിയിൽ അവർ പെരുമാറണം. CISFൽ ജോലിക്കാരനായ ബന്ധുവിന്റെ നേതൃത്വത്തിലാണ് ബ്രിജിറ്റിനെ ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി മുദ്രപത്രത്തിലും വെള്ളക്കടലാസിലും ഒപ്പുവയ്പ്പിക്കാൻ പലതവണയായി പ്രേരിപ്പിച്ചത്. തങ്ങളുടെ ആവശ്യപ്രകാരം രേഖാമൂലം സമ്മതം നൽകാത്ത പക്ഷം കാളിയർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി മർദ്ദിച്ച് രേഖകളിൽ ഒപ്പുവയ്പ്പിക്കുമെന്നും ബ്രിജിറ്റ് തൊടുപുഴ DYSPക്ക് നൽകിയ ആവലാതിയിൽ പറയുന്നു. കൂടാതെ വിദേശത്ത് ജോലിയുള്ള അവധിക്ക് വന്ന ബ്രിജിറ്റിന്റെ മകളെ തിരികെ വിദേശത്തേക്ക് മടങ്ങാൻ അനുവദിക്കില്ലെന്ന് എതിർകക്ഷികൾ ഭീഷണി മുഴക്കിയതായി ബ്രിജിറ്റ് പറഞ്ഞു. BBC ന്യൂസ് തൊടുപുഴ. തെക്കിന്റെ കാശ്മീരായ മൂന്നാറിൽ കഠിന തണുപ്പ് തുടരുന്നു. കഴിഞ്ഞ ദിവസം താപനില -2 ഡിഗ്രി വരെ താഴ്ന്നിരുന്നു. ചൊവ്വാഴ്ച താപനില മൈനസിലേക്ക് കടന്നില്ല. മൂന്നാർ ടൗൺ, നല്ലതണ്ണി, മാട്ടുപ്പെട്ടി, സെവൻമല തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം 2 ഡിഗ്രിയായിരുന്നു രാവിലത്തെ കുറഞ്ഞ താപനില. ദേവികുളം, ലാക്കാട്ടിൽ കനത്ത മഞ്ഞുവീഴ്ചയുണ്ടായി. രാവിലെ മേഖലയിലെ പച്ചപ്പുൽ തകടികളിലെല്ലാം മഞ്ഞു വീണ് വെള്ള പുതച്ച രീതിയിലായിരുന്നു. കനത്ത മഞ്ഞുവീഴ്ച തേയിലച്ചെടികൾക്കും നാശം വിതച്ചു. ഹെക്ടർ കണക്കിന് തേയിലച്ചെടികളാണ് കരിഞ്ഞുണങ്ങിയത്. വരും ദിനങ്ങളിലും താപനില കുറഞ്ഞ് തന്നെ നിൽക്കാനാണ് സാധ്യത. ഡിസംബറിൽ കാര്യമായ തണുപ്പ് അനുഭവപ്പെട്ടിട്ടില്ല. 2 ദിവസമായാണ് താപനില ഗണ്യമായി താഴ്ന്നത്. ബുധനാഴ്ച രാവിലെ പുൽത്തകിടുകളിലും വാഹനങ്ങളുടെ മുകളിലും വെളുത്ത മഞ്ഞുകട്ടകൾ നിറഞ്ഞിരുന്നു. വാർത്തകൾ തുടരുന്നു. അതിശൈത്യവും മഞ്ഞുവീഴ്ചയും മൂന്നാറിൽ തേയില വ്യവസായത്തിന് കനത്ത തിരിച്ചടിയാവുന്നു. കഴിഞ്ഞ 3 ദിവസമായി ഉണ്ടായ മഞ്ഞുവീഴ്ചയിൽ കണ്ണൻ ദേവൻ കമ്പനിയുടെ മാത്രം 400 ഹെക്ടർ തേയിലയിലാണ് കരിഞ്ഞുണങ്ങിയത്. ലക്ഷ്മി എസ്റ്റേറ്റിൽ 13 നമ്പർ ഫീൽഡിൽ മാത്രം 13 ഹെക്ടർ തേയിലച്ചെടികൾ കരിഞ്ഞ നിലയിലാണ്. ചൊക്കനാട്, സെവൻമല, നല്ലതണ്ണി എസ്റ്റേറ്റുകളിലും വ്യാപക നാശമുണ്ടായിട്ടുണ്ട്. വിലയിടിവും ഉയർന്ന ഉൽപാദന ചെലവും നികുതികളുടെ വർധനയും മൂലം ഇപ്പോൾ തന്നെ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന തേയില വ്യവസായത്തിന് തിരിച്ചടിയാവുകയാണ് അതിശൈത്യവും മഞ്ഞുവീഴ്ചയും. താപനില 0-നും താഴെ എത്തിയതോടെ പൊഴിയുന്ന മഞ്ഞുകണങ്ങൾ തേയിലക്കുളന്തിൽ പറ്റിപ്പിടിച്ചിരിക്കുകയും സൂര്യപ്രകാശം ഏൽക്കുന്നതോടെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇവ വാടിക്കരിയുകയുമാണ് ചെയ്യുന്നത്. സാധാരണ ഡിസംബറിലാണ് മഞ്ഞുവീഴ്ച ഉണ്ടാവാറുള്ളത്. ആ സമയത്ത് വെയിലിന്റെ ശക്തി കുറവായിരിക്കുമെന്നതിനാൽ വലിയ തോതിൽ നാശമുണ്ടാവാറില്ല.
എന്നാൽ ഇത്തവണ ജനുവരി മധ്യത്തോടെയാണ് അതിശൈത്യം അനുഭവപ്പെട്ടു തുടങ്ങിയത്. ഇനി വേനൽ മഴ ലഭിക്കണമെങ്കിൽ മെയ് വരെ കാത്തിരിക്കണമെന്നതിനാൽ അടുത്ത 3.5 മാസം മൂന്നാറിലെ തേയില ഉൽപാദനത്തിൽ പ്രതിസന്ധി രൂക്ഷമാവാനാണ് സാധ്യത. തേയില ഉൽപാദനത്തിൽ 10 മുതൽ 15% വരെ കുറവുണ്ടായേക്കുമെന്നാണ് കണക്കുകൂട്ടൽ. വിപണിയിൽ ഏകദേശം 7 ലക്ഷം കിലോ തേയിലയുടെ കുറവും ഇതുമൂലം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സാമ്പത്തിക വർഷത്തിന്റെ അവസാന ക്വാർട്ടർ തേയില കമ്പനികൾക്ക് നിരത്താനുള്ളത് നഷ്ടക്കണക്കുകളാവും. വിലയിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 13% കുറവാണിപ്പോൾ. തേയിലയ്ക്ക് വേതന ചെലവിൽ 19% വർധനയുണ്ടായതായും തേയില മാനേജ്മെന്റുകൾ പറയുന്നു. 1 ഹെക്ടറിന് 700 രൂപ പ്ലാന്റേഷൻ നികുതിയായി അടയ്ക്കേണ്ടി വരുന്നതും കാർഷികാദായ നികുതി 50% ഉയർന്നതും അടിസ്ഥാന ഭൂനികുതി ഹെക്ടറിന് 200 രൂപയിൽ നിന്ന് 500 രൂപയായി വർദ്ധിച്ചതും തേയില വ്യവസായത്തിന് സമീപകാലത്തുണ്ടായ തളർച്ചയ്ക്ക് കാരണങ്ങളാണ്. സിറ്റിസൺ ഇന്ത്യ ഫൗണ്ടേഷനും തൊടുപുഴ IMA ബ്ലഡ് ബാങ്കും മങ്ങാട്ടുകൊല ട്രോണിസ് ITAയും സംയുക്തമായി രക്തദാന ക്യാമ്പ് നടത്തി. തൊടുപുഴ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ജിൽസൺ മാത്യു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഈ ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന 50 കുട്ടികൾ ഇന്ന് സ്വമേധയാ മഹത്തായ ദാനത്തിന് തയ്യാറായിരിക്കുകയാണ്. അത് വളരെയധികം അഭിനന്ദനാർഹമാണ്. ബ്ലഡ് ഡൊണേഷൻ അത് എടുക്കുന്നത് IMA ആണ്. എന്തായാലും അതിന് എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. നിങ്ങൾ ചെയ്യുന്ന പുണ്യകർമ്മം വളരെയധികം ജീവനുകൾ രക്ഷിക്കാനും ഉതകുമെന്നുള്ള കാര്യത്തിൽ തെല്ലും സംശയമില്ല. അദ്ദേഹം ബോധവൽക്കരണ ക്ലാസ് സൂചിപ്പിച്ചു, ഒരാളുടെ ശരീരത്തിൽ 5 മുതൽ 6 വരെ ലിറ്റർ രക്തമാണ് ഉള്ളത്. അതിൽ ഒരു തവണ ഡൊണേറ്റ് ചെയ്യുമ്പോൾ ഒരു 400 ഗ്രാം അല്ലെങ്കിൽ 300 ഗ്രാം ബ്ലഡ് മാത്രമേ എടുക്കുന്നുള്ളൂ. അത് വീണ്ടും 24 മണിക്കൂറിന് ആ ബ്ലഡ് നമ്മുടെ ശരീരത്തിലുണ്ടാവും. അപ്പോൾ ഒരിക്കലും ബ്ലഡ് കൊടുത്തതുകൊണ്ട് നമുക്ക് മറ്റ് പാർശ്വഫലങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ആരോഗ്യത്തിലോ കുറവ് വരികയോ മറ്റു ക്ഷീണമോ ഒന്നും അനുഭവപ്പെടില്ല. ഞാനും 2 തവണ ബ്ലഡ് കൊടുത്തിട്ടുള്ളതാണ്. യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇപ്പോൾ സ്വമേധയാ നിങ്ങൾ വില്ലിംഗായി 50ഓളം കുട്ടികൾ ബ്ലഡ് ഡൊണേഷന് വേണ്ടി വില്ലിംഗായി വന്നിരിക്കുകയാണ്. നിങ്ങളെല്ലാം ഇടുക്കി ജില്ലാ ബ്ലഡ് ഡോണേഴ്സ് ഫോറം പ്രസിഡന്റ് PA സലീംകുട്ടി, ബിജു ജോസഫ്, ട്രോണിക്സ് പ്രിൻസിപ്പാൾ ഷിബു കുര്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ജയചന്ദ്രൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. സർക്കാരിന്റെ പുതിയ മദ്യനയത്തിൽ പ്രതിഷേധിച്ച് കേരള മദ്യവിരുദ്ധ ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ കോട്ടയത്ത് നിൽപ്പ് സമരം നടത്തി. KCBC മദ്യവിരുദ്ധ സമിതി, ദക്ഷിണ കേരള ലജ്നത്തുൽ മുഅല്ലിമീൻ, സംയുക്ത ക്രൈസ്തവ മദ്യവർജന സമിതി, മദ്യവിരുദ്ധ ജനകീയ മുന്നണി, വെൽഫെയർ പാർട്ടി, മദ്യനിരോധന സമിതി എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു നിൽപ്പ് സമരം. മദ്യവിരുദ്ധ ഏകോപന സമിതി ചെയർമാൻ ജസ്റ്റിസ് PK ഷംസുദ്ദീൻ സമരം ഉദ്ഘാടനം ചെയ്തു. മദ്യലോബിക്ക് വേണ്ടി സർക്കാർ ജനപക്ഷ പദ്ധതികൾ അട്ടിമറിച്ചെന്ന് മുഖ്യ പ്രഭാഷണം നടത്തിയ KCBC മദ്യവിരുദ്ധ സമിതി ജനറൽ സെക്രട്ടറി ഫാദർ TJ ആന്റണി പറഞ്ഞു. കോഴിക്കോടും എറണാകുളത്തും നടന്ന വായ്മൂടിക്കെട്ടിയുള്ള നിൽപ്പു സമരത്തിന്റെ തുടർച്ചയായിട്ടാണ് കോട്ടയത്തും സമരം സംഘടിപ്പിച്ചത്. നിൽപ്പു സമരത്തിൽ പങ്കെടുത്തവർ 3 മിനിറ്റ് പുറംതിരിഞ്ഞു നിന്ന് സർക്കാരിനെതിരെയുള്ള പ്രതിഷേധവും അറിയിച്ചു. ജനറൽ സെക്രട്ടറി ഫാദർ TJ ആന്റണി, പ്രസാദ് കുരുവിള, ഫാദർ ജേക്കബ് വെള്ളമരുതിങ്കൽ, അഡ്വക്കേറ്റ് ചാർലി പോൾ, നദീർ മൗലവി ബാക്കവി, സ്വാമി ധർമാനന്ദ, അഷ്റഫ് മൗലവി, C മാമച്ചൻ, നിയാസ് ഖാൻ നജ്മി, നവാസ് മൗലവി, ആന്റണി ജേക്കബ്, ഫാദർ അലക്സ് P ഉമ്മൻ, റവറന്റ് ചെറിയൻ രാമനാൽ കോർ എപ്പിസ്കോപ്പ, ഫാദർ തോമസ് തൈത്തോട്ടം, ഫാദർ പോൾ കരാച്ചിറ, ഫാദർ ജോർജ് കപ്പാമൂട്ടിൽ, സിസ്റ്റർ ആനീസ് തോട്ടപ്പള്ളി, ജസ്റ്റിൻ ബ്രൂസ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു.